ഇനി പി എം റൂട്ടീനിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 സാധനം മതി. ഒരു ഫേസ് വാഷ്, നമ്മൾ രാവിലെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. പക്ഷേ നിങ്ങൾ അതിൽ ഒരു ഡബിൾ ക്ലെൻസറും കൂടെ യൂസ് ചെയ്യുക. റീസൺ, നമ്മൾ സൺസ്ക്രീൻ റിമൂവ് ആക്കിയിട്ടേ രാത്രി ഉറങ്ങാവൂ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർ പെട്ടെന്ന് ബ്രേക്ക്ഔട്ട്സ് വരും നമ്മൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ. എനിക്കറിയാം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, വേറെ സെറംസ് ഒന്നും യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും. നമുക്ക് യൂസ് ചെയ്യാം. 1 മന്ത് കഴിയട്ടെ. 1 മന്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇനി അടുത്തത്, നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ നോക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. അതായത് ഒന്നെങ്കിൽ നിയാസിനമൈഡ് ഉണ്ടാവണം, സാലിസൈലിക് ആസിഡ് ഉണ്ടാവാം, AHA BHA ഉണ്ടാവാം, സിങ്ക് PCA ഉണ്ടാവാം, സൾഫർ കണ്ടന്റ് വളരെ നല്ലതാണ്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, TT എക്സ്ട്രാക്ട്, ക്ലേ കണ്ടന്റ് വരുന്ന ക്ലേ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾക്ക്. ഇനി എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് തിക്കായിട്ടുള്ള ബട്ടർ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, പിന്നെ ഹെവി ആയിട്ടുള്ള കോൾഡ് ക്രീംസ്, തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, കോമഡോജനിക് കണ്ടന്റ് വരുന്ന ഫേഷ്യൽ ഓയിൽസ്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തുകൂടാ. സത്യത്തിൽ ഓയിലി സ്കിന്നുകാർക്ക് ഫേഷ്യൽ ഓയിലിൻ്റെ ആവശ്യമില്ല, മോയ്സ്ചറൈസർ എല്ലാം ധാരാളമാണ്. പിന്നെ മെയിനായിട്ട് പറ്റുന്ന ഒരു അബദ്ധം, ആൽക്കഹോൾ കണ്ടന്റ് വരുന്ന ഫേസ് ടോണേഴ്സ് ഈ ഓയിലി സ്കിന്നുകാർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഡ്രൈ ഫീല് കിട്ടും, പക്ഷെ അത് ടെമ്പററി ആണ്. സെബേഷ്യസ് ഗ്ലാൻസിൽ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ ഉണ്ടാവും. അത് കാരണം ആക്നി ബ്രേക്ക്ഔട്ട്സ് നല്ല രീതിയിൽ വരും. അതുകൊണ്ട് ആൽക്കഹോൾ കണ്ടന്റ് വരുന്ന ടോണേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യുക. ഇനി ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ് ആണ്. നിങ്ങൾ റിഫൈൻഡ് ഷുഗർ, പിന്നെ ഡയറി പ്രൊഡക്ട്സ്, ഫ്രൈഡ് ഫുഡ്സ് ഇതെല്ലാം കട്ട് ചെയ്യുക. നിങ്ങളുടെ ഡയറ്റിൽ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. പംകിൻ സീഡ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എഗ്സ് ഇൻക്ലൂഡ് ചെയ്യാം, നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം, അതെല്ലാം നല്ലതാണ്. മുഖത്തിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഫേസ് ടവൽ കീപ്പ് ചെയ്യുക. എല്ലാ 3 ദിവസം കൂടുമ്പോഴും പില്ലോ കവർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ 3 ദിവസത്തിൽ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിലെങ്കിലും നിങ്ങൾ പില്ലോ കവർ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. പിന്നെന്താ, ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇതെത്രയാണ് നിങ്ങൾ മെയിനായിട്ട് ലൈഫ് സ്റ്റൈലിൽ നോക്കേണ്ടത്. ഇതൊരു 1 മന്ത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാസ് ആഡ് ചെയ്യാം. അതായത് ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെ നമുക്ക് എക്സ്ഫോളിയൻസ്, വീക്ക്ലി വൺസ് ക്ലേ മാസ്ക്, പിന്നെ നമ്മൾ പോർ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സെറംസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു 1 മന്ത് റൂട്ടീൻ ഫോളോ ചെയ്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ. ആൻഡ് നിങ്ങൾക്കൊരു വീക്ക്ലി സ്ട്രക്ചേർഡ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് കമൻറ്റ് ചെയ്യും. ബൈ.